എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് പുതിയൊരു ടി വിയുടെ വിശേഷങ്ങളാണ്. അതായത് 32 ഇഞ്ചിൻ്റെ ഒരു ടി വി വെറും 4999 രൂപയ്ക്ക് ലഭിക്കും. നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടു കാണും. ശരിക്കും ആര് കേട്ടാലും ഒന്ന് ഞെട്ടുന്ന സംഭവമാണ്. അതായത് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏതൊരു 32 ഇഞ്ച് ടി വി നോക്കിയാലും ഏകദേശം 10,000 രൂപയുടെ അടുത്താണ് റേറ്റ് വരുന്നത്. എന്നാൽ സാമീസ് ടെക്നോളജീസ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനി ഇപ്പോൾ ഒരു പുതിയൊരു ടി വി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് 32 ഇഞ്ച് ടി വി അവർ കൊടുക്കുന്നത് വെറും 4999 രൂപയ്ക്കാണ്. ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ ഒരുപാട് അതിൻ്റെ വാർത്തകളും കാര്യങ്ങളും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ അതിൻ്റെ വീഡിയോസും മറ്റും കാണാനായിട്ട് സാധിക്കും. അപ്പം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു അതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് നോക്കി. അപ്പോഴാണ് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് പ്രീ ബുക്കിംഗ് ടൈമാണ്. കുറച്ച് ആളുകൾക്ക് ശേഷമാണ് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഈ ഒരു ടി വി എന്ന് പറയുന്നത് ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ ഒന്നും ലഭിക്കില്ല. അതായത് ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ സ്വാമീസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആ ഒരു ആപ്ലിക്കേഷൻ വഴി മാത്രമാണ് നമുക്ക് ഈ ഒരു ടി വി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ അപ്പോഴാണ് ഇതിനു പുറകിലുള്ള കുറച്ച് ഉടായ്പകളെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ അവർ ഉപയോഗിക്കുന്നത് ഈ ഒരു ടി വി ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതായത് ഇന്നിറങ്ങുന്ന ഏത് പ്രൊഡക്റ്റുകളും നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അല്ലെങ്കിൽ മറ്റു പല സൈറ്റുകളിലും അവൈലബിൾ ആകുമ്പോൾ ഇവരുടെ ആപ്ലിക്കേഷൻ വഴി മാത്രമാണ് വിൽക്കുന്നുള്ളൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആപ്ലിക്കേഷനിൽ ഞാൻ കയറി നോക്കി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട്. ആരും ഡൗൺലോഡ് ചെയ്യേണ്ട. ഈ ഒരു ആപ്ലിക്കേഷൻ ആദ്യമേ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ പേര്, കാര്യങ്ങൾ, അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ പോലുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ആപ്ലിക്കേഷൻ വെറും ഫേക്ക് ആപ്ലിക്കേഷൻ. അതായത് നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനാണെന്ന് നമുക്ക് കണ്ണടച്ച് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു ടി വി ബുക്ക് ചെയ്യുന്നതിന് പ്രീ ഓർഡർ ചെയ്യുന്നതിന് പൈസ വേണമെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇതിന് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, ആധാർ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പുറകിലുള്ള കള്ളത്തരത്തെക്കുറിച്ച് ഊഹിക്കാവുന്നേ ഉള്ളൂ. എനിവേ അതും കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ. 5,000 രൂപയുടെ ടി വി ബുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കയറി നമ്മൾ ആധാർ ഡീറ്റെയിൽസും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഈ ഒരു ടി വിക്ക് അതായത് 5,000 രൂപ വില പ്ലസ് GST പ്ലസ് ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടി ആയിട്ട് ഒരു 8,500 രൂപയാണ് ആവുന്നത്. അപ്പം 5,000 രൂപ വിലയുള്ള ടി വി എന്ന് പറഞ്ഞ് ഇറക്കിയ ടി വിക്ക് നമ്മൾ കൊടുക്കേണ്ടത് 8,500 രൂപ അടുത്താണ്. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കുക, 8,500 രൂപ കൊടുത്ത് ഒരു പരിചയമില്ലാത്ത പുതിയൊരു ടി വി വാങ്ങാൻ പോകണോ? ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയ 10,000 രൂപയുടെ അല്ലെങ്കിൽ 11,000 രൂപയുടെ ടി വി വാങ്ങണമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. പറയുമ്പം ആൻഡ്രോയിഡ് ടി വി ആണ്, 32 ഇഞ്ചിൻ്റെ സ്ക്രീനാണെന്നൊക്കെ പറയുന്നു. നമുക്കറിയാം ഈ ഒരു ടി വി നമ്മൾ ആരും കണ്ടിട്ടില്ല, ഇപ്പം ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ സ്ക്രീനിൻ്റെ സെറ്റപ്പ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്ന് ഉള്ളതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് ഒരു 6,000 രൂപ കൊടുത്താൽ ഒരു 18 ഇഞ്ചിൻ്റെ ടി വി അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പുറകിൽ ഇരുന്ന മോണിറ്ററിന് പോലും, അതായത് വെറും 18 ഇഞ്ചുള്ള മോണിറ്ററിന് പോലും 4,000 രൂപയാണ്. അപ്പം ഒരു ടി വി എങ്ങനെ 6,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 5,000 രൂപയ്ക്ക് കൊടുക്കുമെന്ന് ചിന്തിച്ചാൽ മതി. 5,000 രൂപയ്ക്കല്ല തരുന്ന, മൊത്തം 8,500 രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ആരും ഈ ഒരു ടി വി ബുക്ക് ചെയ്യാനായിട്ട് പോകരുത്. നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ ആ ടി വി ഇറങ്ങിയാലും നമ്മൾ ഏകദേശം 9,000 രൂപ അല്ലെങ്കിൽ 8,500 രൂപ നമ്മൾ മുടക്കേണ്ടി വരുന്നു. ഈ ഒരു പുതിയ ടി വി അതിന് സർവീസ് സെൻറ്റർ അവിടെ കിട്ടും, അതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ ഒന്നും അറിയില്ലാത്ത സാധനത്തിന് പുറകെ ആരും ബുക്ക് ചെയ്യാനായിട്ട് പോകരുത്. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അവർ പറയും ആൻഡ്രോയിഡ് ടി വി ആണ്, മറ്റേ ടി വി ആണ്, കൂടിയ ടി വി ആണെന്നൊക്കെ പറയും. പക്ഷേ ഇതൊന്നും വാങ്ങിച്ച് നമ്മുടെ കയ്യിലിരിക്കണ കാശ് വെറുതെ കളയരുത്. പിന്നെ ഇനി നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് മരം കുലുക്കി കാശുണ്ടാക്കി വെറുതെ കാശ് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കാണെങ്കിൽ വാങ്ങാവുന്നതാണ്, അല്ലാത്ത ആരും വാങ്ങാനായിട്ട് പോകരുത്. എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അതായത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ഈ വില കുറച്ച് കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാ മലയാളികളും ഓടിപ്പോയി വാങ്ങാനായിട്ട് ട്രൈ ചെയ്യും. ഞാനും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പോയതാണ്. സംഭവം പലരും പറഞ്ഞു കേട്ടപ്പം എന്താണെന്ന് ട്രൈ ചെയ്യാനായിട്ട് പോയതാണ്. പക്ഷേ ഇതൊരു തട്ടിപ്പ് മാത്രമാണ്. എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുതെന്നാണ്. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.